ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അനീഷ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അഞ്ജലി എന്നാണ് അതിൻ്റെ പേര്. അത് വർക്ക് ചെയ്യുന്നത് ബാങ്കിലാണ്. ഈ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടി അനീഷിനെ സ്ഥിരം വിളിച്ച് ഒരു പോളിസി എടുക്കണം, ഒരു ഇൻഷുറൻസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ശല്യമായി. അപ്പോൾ അനീഷ് പറഞ്ഞു, എൻ്റെ ഒരു സാറുണ്ട്, ഞാൻ തൽക്കാലം എടുക്കുന്നില്ല, സാറിനെ കൊണ്ട് ഞാൻ ഇൻഷുറൻസ് എടുപ്പിക്കാം എന്ന് പറഞ്ഞ് ഇന്ന് വിളിച്ച് വരുത്തുകയാണ്. സാറിൻ്റെ ഭാര്യയാണെങ്കിൽ ഇത്തിരി ഒരു മൂശാട്ടയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നേരിട്ട് കാണാം. നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ചേട്ടാ, സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞോ. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയാ തന്നെ വരണം. നമ്മുടെ സാറ് ഇപ്പോൾ പുറത്തോട്ട് പോയി, ഒരു കല്യാണത്തിന് പോയിട്ടേ. എന്തോ ഇപ്പോൾ വരും ഇരിക്കും. കല്യാണത്തിന് പോയിട്ട് വൈഫിനെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് ഇതാ വരണം എന്ന് പറഞ്ഞാൽ കൊണ്ട് ഇല്ല ഒരു 10 മിനിറ്റിൽ വരും. തന്നെ അവരുടെ കുഴപ്പമില്ല. ഓ, അപ്പോൾ എന്താണ് ശരിക്കും പ്ലാന്? ഇൻഷുറൻസ് ആണ്. അത് 2 ലക്ഷം. ഓ, ഇയർലി അല്ലേ? പുള്ളി വൈഫിനെ ഇവിടെ കൊണ്ട് വിട്ടിട്ടേ അങ്ങോട്ട്. വൈഫ് ഇവിടെ ഉണ്ട്, അവരത്ര ആൾ പോരാ. അപ്പോൾ ഇടയ്ക്ക് ഒരു പെൺകുട്ടി ഇവിടെ വന്ന്, മറ്റേ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിലെ. അപ്പോൾ സാറ് എന്ത് വന്നാലും പാവങ്ങളല്ലേ അവരെ സഹായിക്കും. പക്ഷെ ഇവർക്ക് അതൊന്നും ഇഷ്ടമില്ല, ഭയങ്കര സംശയ രോഗം. ഓ, അത് വരും സാറ് വരും. ഒന്ന് വേണമെങ്കിൽ വിളിച്ച് നോക്കാം. പുള്ളി തിരക്കാണ്, ഇപ്പം വരും. ജംഗ്ഷനിൽ പുള്ളി പറഞ്ഞിട്ടല്ലേ നമ്മൾ എടുത്തത് തന്നെ. ജംഗ്ഷനിൽ എന്തോ കാര്യമായിട്ട് പോയത്. ആവട്ടെ. ഇവരാൾ ശരിയല്ല. ഇവരിനിപ്പോൾ ഇറങ്ങി വേണമെങ്കിൽ വന്ന് നമ്മളെല്ലാം പറഞ്ഞൊന്നും വരും. പേടിയുണ്ടോ? അത് തന്നെ. സാറിൻ്റെ പൈസ മൊത്തവും മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങി ഡെയിലി ഒരു 10 പേരെങ്കിലും ഇവിടെ വരും. ഓൺലൈൻകാരൻ ഇല്ല, ഇൻഷുറൻസിനാ ഓൺലൈൻകാർ. അതും സാധനങ്ങൾ കൊണ്ടുവരണം, മറ്റേ മേക്കപ്പൊക്കെ സൈഡിലെ സാധനം അത് വാങ്ങാൻ വരുന്നത്, അത് കൊണ്ടുവരണത്. പിന്നെ വേറെ ഫുഡ് കഴിച്ചാ തന്നെ? വന്നെങ്കിൽ നമ്മളിവിടെ വരുമ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത്, അകത്ത് കയറി ഇരിക്കില്ല. അതുകൊണ്ട് ഇവിടെ സ്ഥിരമായിട്ടൊരു 3-4 കസാര ഇട്ടിരിക്കും. അവരെ വളവെളുപ്പ് കേൾക്കാൻ. സാറ് നല്ല ഡീസൻറ്റ് മനുഷ്യനാണ്. മറ്റവരെന്ന് പറഞ്ഞാൽ അങ്ങ് ഏതോ കൊണ്ണിയിൽ നിന്ന് കെട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു ഗുണം അവർ കാണിക്കും. ഇപ്പോൾ ഇറങ്ങി വരാത്തുണ്ട് തന്നെ. ഓ, അല്ല, ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാമെന്ന് വെച്ചിട്ട് അഡ്വാൻസായിട്ട് എന്താണെന്നൊക്കെ ചോദിക്കാനേ. പറ്റിച്ചിട്ട് പോവും? പറ്റിച്ചിട്ടൊന്നും പോവില്ല അല്ലേ? ആര് ബാങ്കുകാർ പറ്റിക്കുമെന്ന് ചോദിച്ചാൽ നല്ല ബാങ്ക് തന്നെ അല്ലേ? പിന്നെ ഇപ്പോൾ എത്ര ഇത് കിട്ടും ഡെയിലി തന്നെ? എത്ര ടാർഗറ്റ് വല്ലതും ഉണ്ടോ മാസം? അങ്ങനെയൊന്നും ഇല്ല. ഓ, അജയ് സാറവിടെ പോയി? സാറിനെ കണ്ടില്ല. ഇതാ വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഫോൺ വിളിക്കുമ്പോൾ എല്ലാം ബിസി. നീ വിളിച്ചപ്പോഴും ബിസിയാണെന്ന് പറയാം. ഓ, ബിസിയാ, എപ്പോഴേ വിളിക്കണു. അപ്പോൾ എവിടെ കല്യാണത്തിന് നിൽക്കുകയാണ്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് പോയതാ. ഓ, ഇത് നമ്മളെ ഒരു ഇൻഷുറൻസിന്റെ കമ്പനിയിൽ നിന്ന് ഒരു കൊച്ചു ഇങ്ങോട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു. ആരെടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തു? സാർ എടുത്തിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവരെല്ലാം കൂടെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത്? എന്തിനാ? സാറ് വരാൻ പറഞ്ഞല്ലേ, അവന് വരണ്ടേ? നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ? എന്റെ ജോലി ആരെങ്കിലും വിളിക്കുമ്പോ അങ്ങ് അപ്പോയിന്റ്മെന്റ് വരുമ്പോ ഞങ്ങൾ കയറി അങ്ങ് ചെല്ലുവാ? എപ്പോ തന്നു? ആരോട് ചോദിച്ചാൽ? 2 ദിവസത്തിന് മുമ്പേ കൊടുത്ത്. ഇന്നലെ വരാനാണ് പറഞ്ഞത് അല്ലേ? തിങ്കളാഴ്ച വരാനാണ് പറഞ്ഞത്. എന്നിട്ട് ഇന്നലെ എന്താ വരാഞ്ഞേ? ഇന്നലെ വരാൻ അവർക്ക് എന്താ അസൗകര്യം? സാറിന് എന്താ അസൗകര്യം? ഇന്നെന്തോ കല്യാണം എന്ന് പറഞ്ഞു എവിടെ പോകണമെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ കെട്ടി എഴുന്നള്ളി അങ്ങ് ഇറങ്ങിക്കോളാം. നിങ്ങൾക്ക് വീട്ടിൽ ചോദിക്കാനും പറയുന്ന കാര്യമില്ലേ?
ഇങ്ങനെയൊക്കെ പറയണ എന്തിനാണ്? ഞാൻ ഒരു സ്ഥാപനത്തിൽ നിന്ന് വന്നതാണ്. ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമൊന്നും. സ്ഥാപനത്തിൽ ഒറ്റയ്ക്കാണോ വരുന്നേ? അല്ല, മാനേജർ ചേട്ടൻ ഉണ്ട്. ചേട്ടൻ അവിടെ മുകളിലൊരു സ്ഥലത്ത് കയറിയതാണ്. ഇപ്പൊ ഇങ്ങോട്ട് വരും. പിന്നെ വിളിച്ചോണ്ടാണ് നേരത്തെ ഇങ്ങോട്ട് വന്നത്. നീ ഇത്ര ചൂടാവേണ്ട കാര്യം എന്തോ? ഞാൻ ചൂടായതല്ല, നോർമലായിട്ട് പറഞ്ഞതല്ല. ഞാൻ നോർമലായിട്ട് പറഞ്ഞതാണ്. എന്റെ അടുത്ത് പെരുമാറുന്ന പോലെ എനിക്ക് അങ്ങോട്ട് പെരുമാറാൻ പറ്റും. ഞാനിപ്പോ ഇത്രയല്ലേ ചോദിച്ചോളൂ, നീ എന്തിനാ ആവശ്യമില്ല വരുന്നതല്ലേ ചോദിച്ചോളൂ. നിന്നോട് ഞാൻ പലതവണ പാടില്ല ഇങ്ങനെ ഓരോ മരണത്തിനെ കൊണ്ടുവരുന്നത് നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ. കൊണ്ടുവരാം സാറ് നീ കൂടെ ചേർന്നല്ലേ ഈ സാറിന് ആവശ്യത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് ചാടിക്കുന്നത്. ഇല്ല സാറ് ഇതെന്തോ ഓൺലൈൻ ഇതിപ്പോ എന്തിനാ ഇപ്പൊ ഇതെന്താ കാര്യത്തിൽ ഇപ്പൊ കൊണ്ടുവന്നേക്കുന്നേ? ഇതെന്തോ ഒരു ഇൻഷുറൻസ് കേസ്, സാറിന് എന്തോ ഇൻഷുറൻസ് എടുക്കണം അങ്ങനെ പറഞ്ഞിട്ട് അവര് കഴിഞ്ഞ ആഴ്ച നീ പിന്നെ ഏതിനെ എടുപ്പിച്ചത്? അത് ഇതേപോലെ ഇവിടെ കൊണ്ട് ഇങ്ങനെ എഴുന്നള്ളി ചിരിച്ചിട്ട് നീ കഴിഞ്ഞ ആഴ്ച നീ എന്തോ എടുപ്പിച്ചെന്നാ? അതയ്യോ അതൊരു പാവപ്പെട്ട കൊച്ചു മറ്റേ ഇത് പാവപ്പെട്ട കൊച്ചു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിലെ അവരിതുവഴി പോയെടുത്ത് ഞാൻ കയറി. അവരാ തൊഴിലല്ലേ ചേച്ചി. നിങ്ങൾ സാറിന്റെ വില കളയാതെ, സാറിനൊരു വിലയും നിലയും സാറിന് അങ്ങ് വില അങ്ങ് എഴുതി അങ്ങ് വെച്ചേക്കും അങ്ങ് സാറിന്. അത് കളയാതെ നീയാണ് ഇതിനെല്ലാത്തിനും ഓരോന്നിനും വളം വെച്ച് കൊടുക്കുന്നത്. ആവശ്യമില്ല അങ്ങ് വിളിച്ചോണ്ട് പോകരുത്, ആവശ്യമില്ല ഇവിടെ വിളിച്ചു വരുന്നത് നീ പലതവണ മാറ്റിട്ടില്ല. അല്ല ഞാൻ കേട്ടെ ഈ പെമ്പിള്ളാര് മാത്രമേ ഉള്ളൂ ഈ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ആളുകളാരും? അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫാണ്. അതാണ്. അന്നേരം അങ്ങോട്ട് എവിടെ ജോലി ചെയ്യുന്നേ? ആ സ്ഥാപനത്തോട്ട് വിളിച്ചാൽ പോരെ? വീട്ടിൽ ആയിരുന്നുള്ളൂ വല്ല നിർബന്ധം ഉണ്ടോ? അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, വേറെ ചേട്ടനും ഉണ്ട്. പിന്നെ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. എനിക്ക് അവിടെ നിൽക്കേണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. എന്തൊരു നോക്കടാ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തോ ഇതിപ്പോ കൊച്ചെ നിന്നെ പോലെ കുറെ എണ്ണത്തിനെ വിളിച്ചോണ്ട് വന്നിട്ട് ഇഷ്ടം പോലെ പൈസ കൊടുത്തിരിക്കുക. അതെനിക്ക് അറിയില്ല. എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നിട്ടാണ് ഞാൻ വന്നത്. എന്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോയിന്റ്മെന്റ് തന്നിട്ടാണ് ഞാൻ വന്നത്. അപ്പോയിന്റ്മെന്റ് തന്നിട്ടാണ് വന്നത്. എവിടെ നിന്ന് വരുന്നത്? ബാഗും പൊക്കണം മൂക്കിക്കൊണ്ടങ്ങ് ഇറങ്ങിക്കോളും. അങ്ങ് രാവിലെ ഉച്ചന്നില്ല, രാവിലെ നില്ല, വൈകുന്നേരം നില ഒക്കെ എപ്പോ ചെന്ന് വീട്ടിൽ ചെന്ന് ചേക്കേറും. നിങ്ങൾ അറിയിക്കേണ്ട ആവശ്യമില്ല. എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ്. അത് നിങ്ങളിപ്പോ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? സാറ് പറഞ്ഞിട്ടാണ് വന്നത്. അവരെ നിങ്ങൾ അപമാനിക്കണേ. നീ സാറിനെ വിളിച്ചേ? സാറിനെ വിളിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് നീ വിളിക്കുമ്പോ ഞാൻ വിളിക്കുമ്പോ എന്താ എടുക്കാത്ത? എന്താ അപ്പൊ കള്ളം ഉണ്ടായിട്ടില്ലയോ? അങ്ങേർക്കറിയാം ഇവിടെ ഞാനുള്ള സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊള്ളത്തിനെ വിളിച്ചു വരുത്തി ഇവിടെ ബഹളം ഉണ്ടാക്കുന്നതിന്. കഴിഞ്ഞ ആഴ്ച അറിയാലോ, കഴിഞ്ഞ ആഴ്ച അടിയും തന്നിട്ട് പോയോ? നീ അങ്ങനോട് എന്നെ അടി കൊളിപ്പിച്ച് നിനക്ക് സമാധാനമായോ? അയ്യോ ആവശ്യമില്ലാത്ത പറഞ്ഞാൽ പിന്നെ അടിക്കൂല. ആവശ്യത്തെ പറയുന്ന ആവശ്യത്തെ വീട്ടിൽ നിന്ന് കാണിക്കാവോ? ഇവിടെ വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങൾ വേറെ എവിടെയെങ്കിലും പോകണം, അല്ലെ ഓഫീസിലോട്ട് വിളിച്ച് പോകണം. വീട്ടിലെഴുന്നുള്ള ആവശ്യം എന്തുവാ? ഇവിടെ വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വിളിച്ചിട്ടാണ് ഞാൻ അവര് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇത്ര കൃത്യമായിട്ട് ആര് പറഞ്ഞു? അത് അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്ത്. സാറ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുമ്പോൾ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കൂലേ? അവിടെ വന്നിട്ട് വിളിച്ചു സാർ അപ്പോഴും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഓടി വന്നത്. പൈസ എല്ലാം കൊടുത്തത് ഞാൻ എന്റെ മക്കളെ തിരിച്ചു കിട്ടണ പൈസ തന്നെ അത് തിരിച്ചു കിട്ടും എന്ന് വീട്ടിലോട്ട് കാണിട്ടിരിക്കുമ്പോഴാണ് തിരിച്ചു കിട്ടേണ്ടത്. അവര് പറ്റിച്ചിട്ട് പോകാനൊന്നും അല്ലല്ലോ. എത്ര എണ്ണ ഇതുപോലെ ഇൻഷുറൻസ് എടുക്കുക അതെടുക്കെന്ന് പറഞ്ഞ് എത്ര എണ്ണത്തിന് പിന്നെ പണി പറ്റിച്ചിട്ട് പോയിട്ടുണ്ട്. അവസാനം ചെന്ന് ബാങ്കിന് മുമ്പിൽ നിന്ന് എന്റെ പൈസ പോയെന്ന് നെഞ്ച് തലച്ചിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് അങ്ങനെ തരാം ഇങ്ങനെ തരാം മറ്റേത് തരാം മറിച്ച് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് ചേച്ചി ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് പഞ്ചാര വാക്ക് പോലെ നമ്മളെ കയ്യിൽ ഇരിക്കുന്ന പൈസ മേടിച്ചിട്ട് പോയിട്ട് പഞ്ചാര വാക്കൊന്നും പറഞ്ഞില്ല. എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇവിടെ ആരെയും പഞ്ചാര വാക്ക് പറയാനും ഇവിടെ ആരെയും കൊണ്ടുപോകാനൊന്നും വന്നതല്ല. എന്റെ സംസാരം ഞാൻ ഇങ്ങനെ എന്റെ സംസാര രീതി ഇങ്ങനെ ഇവിടെ വരുന്നവരോട് ഞാൻ ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. കേട്ടിരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ഇപ്പൊ വരും. ഞാൻ ഉള്ളപ്പോ അങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിളിക്ക്. ഇപ്പൊ തന്നെ വന്നിട്ടേ ഉള്ളൂ. വിളി. എപ്പോ വിളിച്ചാലും ബിസി. വിളിക്ക്. ബിസി. അല്ല വീട്ടിൽ ചോദിക്കാനും പറയുന്ന കാര്യമില്ല. രാവിലെ ഇനി ഉടുത്തിറങ്ങി ഇറങ്ങുമ്പോൾ വീട്ടിൽ ജോലിയുടെ ഭാഗമായിട്ട് വന്നതല്ലേ. അപ്പൊ വീട്ടുകാരൊക്കെ നാടിന് നിരങ്ങിയാണ് ജോലി ഉണ്ടാക്കുന്നത്. നിങ്ങൾ കണ്ടാ നിരങ്ങുന്നത് കണ്ടാ? അവര് സാറ് വിളിച്ചിട്ടാണ് വന്നത്. എന്തെങ്കിലും സാറിന്റെ അടുത്ത് പറയണം. ഇനി ഇവിടെ ആരെയും കൊണ്ട് അതെങ്ങനെ സാറ് മുങ്ങി കല്യാണത്തിന് പോയത് എന്റെ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ കല്യാണത്തിന് പോയതാ. പറഞ്ഞവൻ അത് നീ കാരണമാണ് എന്നെ അവിടെ നീ ഇന്ന് ഇവിടെ വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അങ്ങേര് എന്നെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് എന്നെ അവിടെ ഞാൻ പറഞ്ഞില്ല. എന്ത് കാര്യത്തിലായാലും ഞാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞോണ്ട് ഇവിടെ ആക്കിട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ വേറൊന്നിനും വന്നതല്ല. നിങ്ങൾ ഭർത്താവിനെ കൊണ്ടുപോകാൻ വന്നേന്നല്ല. ഞാൻ ഭർത്താവിനെ കൊണ്ടുപോകാതിരിക്കുക അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ആ കല്യാണ വീട്ടിൽ നിന്ന് എന്നെ ഇവിടെ രായ്ക്ക് രാമാനെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ട് തന്നെ ഈ ഗേറ്റ് പോലും അടയ്ക്കരുതെന്ന് പറഞ്ഞു. കാറ് കൊണ്ട് കയറ്റണം പറഞ്ഞോണ്ട് തുറന്നിട്ടിക്കാൻ പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു തുറന്നിടാൻ പറഞ്ഞു. ഇപ്പൊ എന്നിട്ട് വൈകിട്ട് പോകാമെന്ന്. വൈകിട്ട് പോയി ഞാൻ അവിടെ ചെന്ന് പിന്നെ ചൊട്ടിക്കിടക്കുന്ന ഇല നക്കാനാ. എനിക്കറിയില്ല. എന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം എനിക്കറിയില്ല. ഇവിടെ കല്യാണത്തിന് പോയി എവിടെ പോയെന്ന് എനിക്കറിയില്ല.
പറഞ്ഞിട്ട് ഞാൻ വന്നു. എന്നിട്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് കയറുന്ന ഒരാൾക്ക് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ്? ഞാനിങ്ങനെ പറയത്തുള്ളൂ, എനിക്കിങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. അതൊക്കെ കേൾക്കാൻ മനസ്സുള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. വിളിക്ക്, നീ ഇങ്ങോട്ട് വിളിക്ക്. നിന്റെ കയ്യിൽ ഫോൺ നമ്പർ ഉണ്ട്, നിനക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തെന്ന് പറഞ്ഞില്ല, ഫോൺ നമ്പർ ഒന്നും ആ ഫോൺ നമ്പർ ഇങ്ങോട്ട് വിളിക്ക്. നീയാ പറയേണ്ട ആവശ്യമില്ല, എന്തോന്നിലും വിളിക്കണോന്ന് പറഞ്ഞില്ലേ ഉള്ളൂ, വേറെ ഞാൻ പറഞ്ഞില്ലല്ലോ. അവരിവിടെ പിടിച്ചു പറിക്കാനോ മോട്ടിക്കാനോ വന്നതല്ലല്ലോ, അവര് കമ്പനിയുടെ ഭാഗമായിട്ട് ഇൻഷുറൻസ് എടുപ്പിക്കാൻ വേണ്ടി വന്നതാണ്. കമ്പനികളുണ്ട്, ഈ കമ്പനികളെല്ലാം വിശ്വസിച്ച് കൊടുക്കണമെന്നുണ്ടോ? ചേച്ചി ഇങ്ങനെ വന്ന പെണ്ണുങ്ങളേക്ക് ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞ എന്തായാലും ഞാനിങ്ങനെ പറയത്തുള്ളൂ. നാട്ടുകാരെന്തായിരിക്കും, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, ഓഫീസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെ വിളിച്ചിരുത്തി അവിടെ ഇരുന്ന് സംസാരിക്കാം. വരാനാണ് പറഞ്ഞത്, ഇവിടെ വരാനാണ് അപ്പോയിന്റ്മെന്റ് തന്നത്, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഈ ഒരു മാസത്തിനുള്ളിൽ എത്ര പേര് ഇപ്പൊ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇവിടെ വന്നു? പറ അനീഷ്, പറ. സാർ പറഞ്ഞിട്ടല്ലേ വരുന്നത്. എത്ര പേർക്ക് കൊടുത്തു? ഞാൻ നേരത്തെ ഒക്കെ കൊടുത്തൊക്കെ എന്ത് ചെയ്യേ? 1 വർഷം കഴിഞ്ഞ് കിട്ടുന്ന കൊണ്ട്, 2 വർഷം കഴിഞ്ഞ് കിട്ടുന്നുണ്ട്, 4 വർഷം കഴിഞ്ഞ് കിട്ടും. ഈ 4 വർഷത്തെ കഴിഞ്ഞ് കൊടുത്ത് കിട്ടിയിട്ടില്ല. 5 വർഷം കഴിഞ്ഞ് കിട്ടുമെന്ന് പറയാനായിട്ട് കൊടുത്ത് അത് കിട്ടിയിട്ടില്ല. ഇതിപ്പോ എത്ര വർഷത്തെയാ? ഇതിപ്പോ എത്ര വർഷത്തെയാ? 20 വർഷം. 20 വർഷം നോക്കി എനിക്ക് ചിരി വരുന്നു. 20 വർഷം എമൗണ്ട് കൂടുള്ളൂ, പലിശ കിട്ടണ്ടേ നിങ്ങൾക്ക്? 20 വർഷം ആവുമ്പോഴേ ഇത് നല്ല എമൗണ്ട് ആയിട്ട് കിട്ടുള്ളൂ നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ കാര്യമാ. ഇതൊക്കെ അടിച്ചോണ്ട് പോയാലേ, ഇതൊക്കെ ഇൻഷുറൻസ് എടുത്തപ്പോ പൈസ കൊടുത്ത് ഇതൊക്കെ അടിച്ചോണ്ട് പോയാ നിങ്ങൾ പൈസ ഞാൻ അടിച്ചോണ്ട് പോവാന്നൊക്കെ പറയാം. ചുമ്മാ കൊടുക്കണല്ലോ, എന്റെ കയ്യിലല്ലോ നിങ്ങൾ തരുന്നത്. നിങ്ങൾ എന്നിട്ട് ഈ കമ്പനി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ കമ്പനി എന്ത് ഞങ്ങൾ വിശ്വസിച്ച് തരും? അത് പറ, എന്ത് വിശ്വസിച്ച് തരും? നിങ്ങൾക്ക് ഏതൊരു കമ്പനി ഉണ്ട് എന്ന് പറയുന്നത്? നിങ്ങൾ എടുക്കണം എന്നൊന്നും അല്ല ഇവിടെ. പിന്നെ നീ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ആവശ്യം വീട്ടിൽ വരുന്നില്ല. അപ്പോയിന്റ്മെന്റ് എടുത്ത് വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എടുക്കണം എന്ന് പറയുന്നില്ല, എടുക്കണ്ടെന്ന് പറയുന്നത്, പിന്നെ എന്തിനാ വീട്ടിൽ വന്നിരിക്കേണ്ട ആവശ്യം? വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, എനിക്ക് അപ്പോയിന്റ്മെന്റ് എന്നോട് പറയണം. ഞാൻ വീട്ടിലാരും അപ്പോയിന്റ്മെന്റ് എന്ന ആളെടുത്ത് പറഞ്ഞാൽ മതി. അപ്പൊ നീ പറയും അപ്പോയിന്റ്മെന്റ് എടുത്ത ആളോട് നീ ഇപ്പൊ പറയുന്നത് എനിക്കൊന്ന് കാണണം കേട്ടാ, വരട്ട്. നീ അപ്പോയിന്റ്മെന്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് പോണത് അങ്ങേര് വരുമ്പോ എന്തായാലും വരട്ടെ. ഇത്ര നേരം വെയിറ്റ് ചെയ്തില്ല, ഇനി എന്തായാലും വരട്ടെ, ആള് വരട്ടെ. എത്ര നേരം വെയിറ്റ് ചെയ്തില്ലേ? ഇതൊരു സാമർത്ഥ്യമാടാ, ഒറ്റ കേട്ടാ. അങ്ങനെ സാമർത്ഥ്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലുള്ളവരുടെ വായിനൊക്കെ കേൾക്കണ്ടേ, അപ്പൊ ഇത്രയും സാമർത്ഥ്യം വേണം. ഇതിന് മൊത്തം നാക്കാണോ? കഴുത്തിന് വിറ്റ് നാക്കാണോ? ഈ നാക്കില്ലാതെ എന്തോ എടുത്തേനെ. കുണ്ണിയിൽ എവിടെ കിടന്ന് എന്ന് കെട്ടിച്ച് വെച്ചു കൊടുത്ത് സാറിന്റെ. ഞാൻ വരും, സോറി കേട്ടാ. എന്തെന്ന് വെച്ചാൽ ഞാൻ കുഴപ്പമില്ല, ഞാൻ കരുതി ഇവരങ്ങ് മണ്ഡപത്തിൽ, കല്യാണ മണ്ഡപത്തിൽ നിൽക്കുകയല്ലേ, ഇപ്പൊ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ കരുതിയാ. ആകെ വെട്ടിലായിപ്പോയി. ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടി ഇവിടെ ഇതുപോലെ വന്ന് അവർക്ക് അവർ അടി കൊടുത്തിട്ട് പോയി. ഓ, കൈയില്ലാത്തവരും വെച്ച് കെട്ടി അടിക്കും. പിന്നെ അതില്ലെന്ന് ആ ഒരു ഇതില്ല, മനസ്സിലായില്ല. അവരിങ്ങനെ വായി തോന്നി വിളിച്ച് പറയുക. ഇവരിങ്ങോട്ട് കല്യാണ മണ്ഡപത്തിൽ നിന്ന് കെട്ടിയെടുത്തെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കൂലായിരുന്നു. എന്നാൽ സാറ് പറഞ്ഞുമില്ല, സാറ് ഇതാ വരണമെന്നും പറഞ്ഞു. വരും എടുക്കും. പിന്നെ അതുകൊണ്ടല്ലേ സാറ് വരാൻ പറഞ്ഞത്. അങ്ങനെ കൊണ്ടുവരണമല്ല സാറ്. ഇവിടെ ഓരോ പിള്ളേർ വരില്ലേ, ഈ ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഇതുപോലെ വരും. അവർ ആരെ കണ്ടാലും പുള്ളി അങ്ങ് ആകാൻ വഴി സഹായിക്കും, മനസ്സിലായില്ലേ? ഇൻഷുറൻസോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കും. അതാണ് ഇവർക്ക് ഭയങ്കര ഒരു സംശയ രോഗമാണ്, മനസ്സിലായ? അതാണ് ഇപ്പോൾ എവിടെ താമസം കൃത്യമായിട്ടും? വീട്ടിലെല്ലാവരും പിന്നെ ഇല്ല എൻ്റെ വീട് കുറച്ചാകല്ലേ. പിന്നെ സാറിൻ്റെ ഭാഗത്തും കുറ്റമുണ്ട്. സാറ് ആര് പോയാലും വിളിച്ച് കയറ്റുക, മനസ്സിലായി? വിളിച്ച് കയറ്റി ഏത് കിന്നാര അടിച്ച് വഴിയെ ചിലപ്പോൾ വല്ലതും പുസ്തകം വിൽക്കാനോ പോണോ പെണ്ണുങ്ങളായി അവരെയും വിളിക്കും. എന്നാൽ ഇദ്ദേഹത്തിന് വേണ്ട എങ്കിലും ചുമ്മാ വിളിച്ചിട്ട് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അവർക്ക് ഒരു ഇതായിരിക്കും. പുള്ളി ഒരു സോഷ്യൽ മെൻറ്റാലിറ്റിയാണ്, അതാണ് അവർക്ക് പിടിക്കാത്തത്. എന്താ പോണില്ലേ? നീ ഇന്ന് കണ്ടിട്ടു? ഞാൻ പോയി അതൊന്ന് ഫോൺ ചെയ്തിട്ട് എന്റെ സാറ് ഫോൺ എടുക്കാത്തെ? എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കില്ല? ഇപ്പൊ നേരത്തെ എടുത്ത് പെട്ടെന്ന് അങ്ങ് വെച്ച് കളഞ്ഞു. ഇവിടെ മഴ വരുന്നു, നേരത്തെ വീട്ടിൽ എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നിട്ടാണ് ഞാൻ ചോദിച്ചു. എനിക്ക് ദേഷ്യമായത് ഇപ്പൊ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നീ പൈസ ഉണ്ടാക്കിട്ട് നീ പോത്തളാ. എന്റെ ജോലി ഇതാണ്, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടേ പോണുള്ളൂ, കണ്ടിട്ടേ പോണുള്ളൂ. അപ്പോയിന്റ്മെന്റ് എന്നാ കണ്ടിട്ടേ പോണുള്ളൂ, എന്റെ ജോലി ഇതാണ്. നിങ്ങൾ എന്തിനാണ് വീട്ടിൽ വരുന്നവരടുത്ത്?
ആളിപ്പോ ഇൻഷുറൻസ് എടുപ്പിച്ച് അപ്പോയിൻമെന്റ് എടുത്തെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു മൂച്ചിന് വന്ന് നിന്നുകൊണ്ട് എന്നെ ഭരിക്കാൻ വരുന്നു. എന്നെ ഒന്നും ഭരിക്കണ്ട, പറഞ്ഞാൽ മനസ്സിലായല്ലോ. അല്ല, വീട്ടിൽ നിന്ന് അഴിച്ചു വിട്ടേക്കുവാ. ചോദിക്കാനും പറയുന്ന ആളില്ലാത്തോണ്ട്. നിങ്ങൾ കണ്ടോ വീട്ടിൽ നിന്ന് അഴിച്ചു വിട്ടിരിക്കുന്നത്? നിങ്ങൾ കണ്ടോ വീട്ടിൽ നിന്ന് അഴിച്ചു വിട്ടിരിക്കുന്നത്? നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ എന്റെ ജോലിയാണ്, ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ്, അല്ലാതെ വീട്ടിൽ നിന്ന് അഴിച്ചു വിട്ടിട്ട് വന്നതല്ല. ഒരു ദിവസം എത്ര അടുത്ത് കേറും ജോലിയുടെ ഭാഗമായിട്ട്? അത് നിങ്ങളെ ബോധിപ്പിക്കണോ? നിങ്ങളാണ് എനിക്ക് ശമ്പളം തരുന്നത്, നിങ്ങളാണ് എനിക്ക് ശമ്പളം തരുന്നത്, അല്ലല്ലോ. അപ്പൊ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാഞ്ഞു പോവാനാ? ഞാൻ വിളിച്ചു നോക്കട്ടെ, ഇരിക്കും. വിളിച്ചു നോക്ക്. നീ അപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കിട്ടേ പോത്തോളാം. അപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കിട്ടേ പോകണം. അപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കിട്ടേ പോകണുള്ളൂ. ഇത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾ പറയണതല്ല, ഇത്ര നേരം ഞാൻ കേട്ടു. എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഇനി എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഇത്ര നേരം ഞാൻ ഇവിടെ നിന്ന് കേട്ട് ഇനി എനിക്ക് അപ്പോയിന്റ്മെന്റ് നാളെ കണ്ടിട്ടേ ഞാൻ പോകണുള്ളൂ. എങ്കിൽ നീ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നീ ആ ആളിനെ കണ്ടിട്ട് നീ പോയാ മതി. ആ ആളിനെ കണ്ടിട്ടേ പോകണം. നിങ്ങൾ ഇങ്ങനെ അടിക്കാൻ പറഞ്ഞാൽ ചുമ്മാ ആൾക്കാർ വരുമ്പോൾ അടിച്ചിട്ട് പോകുന്നൊക്കെ കണക്കായി പോയി. അത് ഞാൻ എല്ലാം അടി വൈകുന്നത്. അല്ല, എവിടെ പോണ്? നിങ്ങൾ എന്തിനാ എന്റെ പുറകെ? നീ എന്റെ വീട്ടിൽ വന്നു. നീ എന്റെ പുറകെ പറഞ്ഞ നീ എന്റെ വീട്ടിൽ എന്നെ ഇത്ര അനാവശ്യം പറഞ്ഞിട്ട് നീ എവിടെ പോവാ? എന്നെ ഇത്ര അനാവശ്യം ഇത്ര ഞാൻ മര്യാദക്കാണ് സംസാരിച്ചത്. ഏതോ വലിയ സാറിന്റെ ആരൊക്കെയെന്ന് പറയണേ. എനിക്ക് അവരാരും ഒരു പരിചയമില്ല. നിങ്ങൾ ഇതിന് എന്റെ അടുത്ത് കിടന്ന് ഇങ്ങനെയൊക്കെ ചാടും. അപ്പൊ അവിടെ കണ്ടപ്പോ നീക്ക് അങ്ങനെ പരിചയമില്ലെങ്കിൽ പിന്നെ എന്റെ അടി കെട്ടി വന്നിട്ട് രാവിലെ ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഇയാൾ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്? ആര്? ചേച്ചി എന്ത് നിങ്ങൾ വിളിക്കാൻ വേണ്ടിയാണ് ഇവിടെ വിളിച്ചു വരുത്തിയത്. കുറെ നേരം ക്ഷമിക്കാണ്, കുറെ നേരം കൊണ്ട് അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? ദേവോപദ്ര പോലെ ഇറങ്ങി ഇങ്ങോട്ട് വന്ന് അപ്പൊ എന്നെ പുറകെ പറഞ്ഞു. എന്നെ വീട്ടിൽ പോകാൻ സമ്മതിക്കൂലേ? അല്ല, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടേ പോത്തോളം ഇവിടെ അത്ര ദാക്ഷ്യത്തോടെ പറയുമ്പോ ഞാൻ ഇവിടെ എന്തരാം? എന്ത് വേണം? നിങ്ങൾ ഇതിന് എന്റെ പുറകെ പറഞ്ഞ എന്തിന്? ഞാൻ പോവാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. എന്നാ നീ പോ. കൊച്ചുങ്ങളെ വെറുതെ അടി വാങ്ങിച്ച് പിടിക്കരുത്. സാറിന്റെ വില നീ തവള എന്നെ കൊണ്ട് അടി ഒളിപ്പിക്കാൻ നിൽക്കുവാണ്. നീ ഞാൻ അടിക്കാൻ പറഞ്ഞ പിന്നെ അവനെ ദേവോപദ്രവിക്കുന്നത് എന്റെ നാക്ക് മാറ്റി നിൽക്കുവാണ്. നീ നീ മാറ്റി നോക്ക്. നീ എന്റെ നാക്ക് ഇങ്ങനെ സഹിക്കുന്നതിനാ? എന്ത് ചെയ്ത് എന്തെങ്കിലും ചെയ്താ? നിങ്ങൾ ഒറ്റൊരാള് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തത്. ഇതിപ്പോ പറഞ്ഞു പറയപ്പോ എത്ര നേരമായി, എത്ര നേരം കൂടെ ഇവിടെ ഇരിക്കണേ? ഇവരെ വൈകുന്ന എക്കനാണ് ഞാൻ വന്നത്. ഇവർക്ക് മിണ്ടാതിരിക്കാൻ പറ. ഞാൻ കുറെ നേരം തൊട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. കുറെ നേരം തൊട്ട് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരാളെത്തി. നിങ്ങൾ സാറെവിടെ പോയി? ഒരു നാണം കെടുത്തല്. മനുഷ്യരെ വിളിച്ചിട്ട് നിങ്ങൾ നാണം കെടുത്താൻ പാടില്ല കേട്ടോ. ഇത് മര്യാദ കേടാണ് ഇങ്ങനെ ചെയ്യണത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുറെ നേരം തൊട്ട് ഇപ്പൊ വരും പറഞ്ഞു. ഇതുവരെ വന്നില്ലല്ലോ. പെണ്ണുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാം. എനിക്ക് കണ്ടിട്ട് പോകണം. കണ്ടിട്ടേ പോകും. നിങ്ങളുടെ ഈ സ്വഭാവം എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? എന്റെ സ്വഭാവത്തിന്റെ കുഴപ്പം എന്റെ സ്വഭാവം പൊടി. നിങ്ങൾ ഞാൻ വല്ല പറഞ്ഞു. നിങ്ങൾ പൊടി. നീ പൊടി. നിന്നെ ഞാൻ വല്ല പറഞ്ഞ. നിങ്ങൾ ഞാൻ വല്ല പറഞ്ഞു. എന്തിനാ വിളിച്ചേ? ഇങ്ങോട്ട് പറയണത് പോലെ ഇനി ഞാൻ വേറെ വല്ല വിളിക്കും. ഞാൻ തിരിച്ചു വിളിക്കോ? എന്നെ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും. നീ വീട്ടിലൊക്കെ അഴിച്ചിറക്കിയ നിങ്ങൾ കണ്ട എന്നെ ഇവിടെ അഴിച്ചു വിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ട? നിങ്ങൾ കണ്ട എന്നെ ഇവിടെ അഴിച്ചു വിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ട? പിന്നെ ഇത്രയും നേരമായിട്ട് നീ എന്റെ വീടിന്റെ മുമ്പിൽ അപ്പോയിന്റ്മെന്റ് തന്നിട്ടാണ് ഞാൻ ആരെ വീടിന്റെ മുമ്പിൽ അലക്കണത്. അപ്പോയിന്റ്മെന്റ് തന്നിട്ടാണ് ഞാൻ കുറെ നേരം കൊണ്ട് ഒരു കാര്യം അവിടെ വന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കടി. പോന്നു എന്തൊരു ഓടുന്നത്? നിനക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കണ്ടായ? അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട. എന്ത് ഓടുന്നത്? എന്താ അവിടെ നോക്കി അവിടെ ഇരുന്ന് നാക്കിട്ടല്ല ചെപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ല. ഭയങ്കര സാമർത്ഥ്യമായിരുന്നല്ലോ അവിടെ. ആണോ? എവിടെ പോവാ? ഇത് മറ്റേ പ്രാങ്ക് അല്ലേ? സോറി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അയ്യോ കമ്മി പോയില്ലേ? സോറി. സാരല്ല. എവിടെ അവിടെ പിടിച്ച് തള്ളയൊക്കെ ചെയ്ത്. അയ്യോ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോഴേ മനസ്സിലായി. അതുകൊണ്ടാണ് സാർ ഇറങ്ങാഞ്ഞത്. എന്നെ എന്തൊക്കെ പറഞ്ഞറിയോ? എന്നെ അഴിച്ചു വിട്ടിരിക്കുന്നൊക്കെ എന്റെ അമ്മ കാണൂല്ലേ? എന്റെ അമ്മ കാണട്ടെ. എന്നെ അഴിച്ചു വിട്ടിരിക്കണം അമ്മ അറിയട്ടെ. അയ്യോ എന്നെ കൊല്ലുവോ? ഇല്ല പ്രാങ്ക് അല്ലേ? അയ്യോ സോറി. വരെ എത്തി. അടിയുണ്ടാക്കി വെള്ളനാട് ചാങ്ങ ബാങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് തന്നിട്ട് ഞാൻ വന്നതാണ്.
എടുത്തില്ലെങ്കിലാണ് നോക്കിക്കോ. അനീഷിനെ കൊണ്ട് എടുപ്പിക്കാം നമുക്കൊരു. എടുക്കണേ എടുക്കണേ, നിങ്ങൾ എല്ലാരും എടുക്കണേ. ഞാൻ എടുക്കണ പരിപാടിയില്ല. ഓക്കെ. അപ്പൊ ഞങ്ങളുടെ ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങൾ അങ്ങ് വരെ പോണ്ടേ, അടി ഉണ്ടാക്കിയ സ്ഥലം. എന്തായാലും നമുക്ക് കുറച്ച് ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങാം. ഓക്കെ, ദോ പറഞ്ഞു എന്റെ സാറ്. ആര്? ചേട്ടാ അയ്യോ ചേട്ടൻ വരാത്തത് നന്നായി. വന്നിരുന്നെങ്കിൽ പ്രാങ്ക് ചെയ്തേനെ. പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയാണ്. ഹലോ ഹലോ, നമ്മള് ഇപ്പോ ചാടാത്ത നന്നായി. പിന്നെ എനിക്ക് അടിയൊക്കെ കിട്ടി. നമ്മളൊരു പ്രാങ്കിനാണ് പുള്ളിക്കാരി വിളിച്ചു വരുത്തിയത്. അപ്പൊ പുള്ളി ഒരു ഇൻഷുറൻസിന്റെ ഇതൊന്നും പറഞ്ഞിട്ടോ എടുത്തില്ല, എടുത്ത് പ്രാങ്കായിട്ട് എടുത്ത്. നേരത്തെ വരാത്തത് ബാക്കിയായി. കാര്യം എന്തറിയോ, പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അനീൻ എങ്ങനെ പരിചയം? അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ വഴി പരിചയപ്പെട്ട, ഇടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു, അങ്ങനെ സംസാരിച്ച് പരിചയപ്പെട്ടത്. ഒരു പണി കൊടുക്കണം, അങ്ങനെ വിളിച്ചു വരുത്തിയതാണ്. അപ്പോ മാനേജറല്ലേ? ശരത്ത്, ട്രിവാൻഡ്രം ഏരിയ മാനേജറാണ്, സെൽസ് മാനേജർ. ഒന്ന് ചാടാത്ത ഭാഗ്യമായി. അപ്പൊ അഞ്ജലിയാണ് ഞങ്ങളിന്ന് പ്രാങ്ക് ചെയ്തത്. എന്ത് തോന്നി? ഒന്നും തോന്നില്ല. ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കയറി ചെല്ലാൻ പാടില്ല. അത് ശരിയാ, ചിലപ്പോ ഇങ്ങനെയൊക്കെയുള്ളത് തിരിടേണ്ടി വരും ഇല്ലേ? ഇത്ര കാണാൻ തോന്നണില്ല ആരും. എന്തായാലും വിളിച്ചു വരുത്തിയത് അനീഷല്ലേ? അനീഷ് കൊണ്ട് നമുക്ക് അനീഷ് കൊണ്ട്. അപ്പൊ ബിഗ് പ്രൈസിന്റെ കുറച്ച് സമ്മാനങ്ങൾ വരുന്നുണ്ട്. ആദ്യം ബിഗ് പ്രൈസ് നൽകുന്ന ക്യാഷ് പ്രൈസ് ഗ്രേസൺ ഇൻഫോസിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കാട് വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. RJ മെറ്റൽ മാർട്ട് വലിയവിള തിരുമല നൽകുന്ന സമ്മാനം. ബിഗ് പ്രൈസ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഓക്കെ ഓക്കെ ഓക്കെ.